Hello, this is Malayalam Tutorials. Malayalam Tutorialsന്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ലിസ്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു നിർത്തിയത് സ്ട്രിങ്ങുകളെ കുറിച്ചായിരുന്നു. സോ ഈ വീഡിയോയിൽ നമ്മൾ ലിസ്റ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമ്മൾ റിയൽ ലൈഫിൽ ഒരു ബാസ്ക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ആ ബാസ്ക്കറ്റിൽ കളക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ആപ്പിൾ അതിലേക്ക് ഇടാം, ഓറഞ്ച് അതിലേക്ക് ഇടാം, അതുപോലെ തന്നെ അതിൽ നിന്ന് എടുക്കാം. ഇതിനൊക്കെ സൗകര്യമാണ്. ഒരൊറ്റ കൊട്ടയാണ്, പക്ഷേ അതിലേക്ക് ഒരുപാട് സംഗതികൾ നമുക്ക് ആഡ് ചെയ്യാനും അതിൽ നിന്ന് എടുക്കാനും കഴിയും. ഒരുപാട് സംഗതികളുടെ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുടെ വസ്തുക്കളുടെ ഒരു കളക്ഷനാണ് ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്ന സംഗതി നിങ്ങൾക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. നമ്മളിപ്പോൾ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു ലിസ്റ്റുമായിട്ടാണ് പോകുന്നത്. അതിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ലിസ്റ്റുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഈ ലിസ്റ്റുകൾ എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഓക്കെ, ലിസ്റ്റ് അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിൽ അറേ എന്നുമാണ് ഇത് അറിയപ്പെടുന്നത്. മിക്കതിലും അറേ എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈത്തണിൽ ഇത് ലിസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ലിസ്റ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് നോക്കാം. നമ്മളൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് സ്ക്വയർ ബ്രാക്കറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ഇപ്പോൾ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റാണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്തു. പക്ഷേ അതൊരു എംപ്റ്റി ലിസ്റ്റാണ്. അതിൽ ആരും തന്നെ ഇല്ല, ഒന്നും തന്നെ ഇല്ല, കാലിയായിട്ടുള്ള ഒരു ബാസ്ക്കറ്റാണെന്ന് അർത്ഥം. അപ്പോൾ നമുക്കതിൽ ഓരോ എലമെൻറ്റുകളായിട്ട് ആഡ് ചെയ്യാം. ആപ്പിൾ, ഞാൻ അതിലേക്ക് കുറച്ച് ആപ്പിൾ ആഡ് ചെയ്തു. ഗ്രേപ്സ്, അതിൽ കുറച്ച് മുന്തിരി ആഡ് ചെയ്തു. ഓറഞ്ച് ആഡ് ചെയ്തു. അങ്ങനെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിളിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ആഡ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങളെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഐറ്റംസ് ഒരു സിംഗിൾ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതിലിപ്പോൾ 3 അംഗങ്ങളുള്ള, 3 ഐറ്റങ്ങളുള്ള, 3 എലമെൻറ്റുകളുള്ള എന്നൊക്കെ നമുക്ക് പറയാം ഒരു ലിസ്റ്റാണ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന ലിസ്റ്റ്. നമുക്കിത് പ്രിൻ്റ് ചെയ്ത് നോക്കാം. ഇത് സബ്ലിം ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു IDE ആണ്. ഇതിൽ നിങ്ങൾ പൈത്തൺ നിങ്ങൾക്ക് ഇതിൽ എഴുതാം. അതുപോലെ തന്നെ എഴുതി കഴിഞ്ഞ കോഡുകൾ റൺ ചെയ്യാൻ ടൂൾസിൽ ബിൽഡ് അല്ലെങ്കിൽ Ctrl+B പ്രസ് ചെയ്താൽ മതി. ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ച്. അപ്പോൾ നമ്മുടെ ടെർമിനലിൽ നമ്മുടെ ലിസ്റ്റ് അതേപോലെ തന്നെ പ്രിൻ്റ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാം. ആ ഓർഡർ അതേപോലെ തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം ലിസ്റ്റുകൾ എന്ന് പറയുന്നത് ഓർഡേർഡാണ്. അതിനൊരു ക്രമം ഉണ്ടാവും, ആ ക്രമം തെറ്റിപ്പോകില്ല. എപ്പോഴെങ്കിലും നമ്മുടെ പ്രോഗ്രാമിനിടയിൽ ബാസ്ക്കറ്റ് പ്രിൻ്റ് ചെയ്തേണ്ടി വരുമ്പോൾ ഈ ആപ്പിൾ ഒരിക്കലും രണ്ടാമതോ മൂന്നാമതോ ഒന്നും പോകില്ല. അത് ആപ്പിൾ ഒന്നാമത്തെ ആ പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ. സോ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേർഡായിട്ട് ഒരു ക്രമത്തിൽ ഒരുപാട് എലമെൻറ്റുകളെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഓക്കെ, ഇനി ഈ ഒരു ബാസ്ക്കറ്റിലേക്ക്, ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് എങ്ങനെയാണ് കൂടുതൽ ഐറ്റങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ബാസ്ക്കറ്റ് ഡോട്ട് അപ്പൻഡ് ചെറി, ഇങ്ങനെയാണ് നമ്മളൊരു സംഗതി ബാസ്ക്കറ്റിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ ബാസ്ക്കറ്റിലേക്ക് ചെറി എന്ന് പറയുന്ന ഒരു ഐറ്റം ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ പറയുന്നത്. പപ്പായ, അപ്പോൾ നമ്മൾ പപ്പായയും ആഡ് ചെയ്തു. ഇനി ഞാൻ വീണ്ടും ബാസ്ക്കറ്റ് പ്രിൻ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ചെറി, പപ്പായ അതിൻ്റെ അവസാനത്തിൽ ആഡ് ചെയ്തത്. നമ്മൾ എങ്ങനെയാണോ ആഡ് ചെയ്തത് അതേ ക്രമത്തിൽ തന്നെ ലിസ്റ്റിൻ്റെ അവസാനത്തിലേക്കാണ് പുതിയ പുതിയ എലമെൻറ്റുകൾ ആഡ് ആവുന്നത്. ഇനി നമുക്ക് അതിൽ നിന്ന് എടുക്കണം. നമ്മുടെ ബാസ്ക്കറ്റിൽ ഇപ്പോൾ 5 ഐറ്റങ്ങളുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഓറഞ്ച് എടുക്കണം. എങ്ങനെ എടുക്കാം? അപ്പോൾ ഓറഞ്ച് ഇതിൻ്റെ ക്രമത്തിൽ എത്രാമത്തെ ആളാണെന്ന് നോക്കാം. 1, 2, 3 ആണ്. അപ്പോൾ ബാസ്ക്കറ്റ് എന്ന് എഴുതി അതിനുശേഷം ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആഡ് ചെയ്ത് ഞാൻ 3 എന്ന് അതിൽ അടയാളപ്പെടുത്തി വീണ്ടും അത് ഞാൻ റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുമ്പോൾ ചെറി എന്നാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ചെറി 4ാമത്തെ ഐറ്റമാണ്. പക്ഷെ ഞാൻ 3 എന്ന് എഴുതിയപ്പോൾ 4ാമത്തെ ആളാണ് വന്നത്. ലിസ്റ്റുകളിൽ അതിൻ്റെ ഐറ്റങ്ങൾ, എലമെൻറ്റുകൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇൻഡെക്സ് ബേസ്ഡ് ആണ്. ഒരു ക്രമമുണ്ട്, അത് ഇൻഡെക്സ് എന്നാണ് നമ്മളതിന് പറയുക. അപ്പോൾ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0 മുതലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ ഇൻഡെക്സ് 0 ആണ്. അടുത്തത് 1, 2, 3, 4 അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ 4ാമത്തെ ഐറ്റം നമ്മൾ വിളിക്കേണ്ടത് 3 ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് ഓറഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അത് 3ാമത്തെ ഐറ്റമാണ്. എനിക്കത് ഇവിടെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കൊടുത്തിട്ട് ഞാൻ റൺ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഓറഞ്ച് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇൻഡെക്സ് ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളത് പറയുക. ഇൻഡെക്സുകൾ 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി നമുക്ക് ഒന്നിലധികം സാധനങ്ങൾ നമുക്ക് വേണം. ഉദാഹരണത്തിന് എനിക്ക് 1ാമത്തെ ഐറ്റം വേണം. 1ാമത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ അത് ഗ്രേപ്സ് ആണ്.
അതുമുതൽ എനിക്ക് മൂന്നാമത്തെ ഐറ്റം വരെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിൻ്റ് ചെയ്യണം. 1 മുതൽ 3 വരെയുള്ള സാധനങ്ങൾ എനിക്ക് വേണം. അങ്ങനെ ഞാനിത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേപ്സും ഓറഞ്ചും മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, ഗ്രേപ്സ് ഒന്നാമത്തെ ആളാണ് അല്ലേ, 0 1. ഓറഞ്ച് രണ്ടാമത്തെ ആളാണ്, ചെറിയാണ് മൂന്നാമത്തെ ആൾ. പക്ഷെ ചെറി ഇതിൽ കാണുന്നില്ല. ഒന്നാമത്തെ ആളടക്കം അതെടുക്കും, മൂന്നാമത്തെ ആൾ വരെ, മൂന്നാമത്തെ ആളെ അതിൽ നിന്ന് എടുക്കില്ല. ഓക്കെ, ഇനി ഇവിടെ 4 ആണെങ്കിൽ ഗ്രേപ്സും ഓറഞ്ചും ചെറി ഉണ്ടാവും. ഓക്കെ, പപ്പായയാണ് 4ാമത്തെ ആൾ. ആ 4ാമത്തെ ആളെ അതിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ഇൻഡെക്സുകൾ ഉപയോഗപ്പെടുത്തുന്ന രീതി ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഉദാഹരണത്തിന് ചെറി എന്ന് പറയുന്ന ഐറ്റം ഇതിൽ 3ാമത്തെ ഇൻഡെക്സിലുണ്ട്. നമുക്ക് അതിനെ മാറ്റിയിട്ട് ബനാന കൊണ്ടുവരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാസ്ക്കറ്റ് 3 അല്ലേ, ബാസ്ക്കറ്റ് 3 നമ്മുടെ ചെറി ഈസ് ഈക്വൽ ടു ബനാന എന്ന് നമ്മൾ കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ വീണ്ടും ബാസ്ക്കറ്റ് പ്രിൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറി എന്നുള്ളതിന് പകരം ബനാന എന്ന് വന്നത്. 3ാമത്തെ പൊസിഷനിൽ ഉണ്ടായിരുന്ന ആളെ നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ലിസ്റ്റിൻ്റെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ്, നമുക്കൊരു കൊട്ടയിൽ ഒരേ സാധനം തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാകും അല്ലേ. അതായത് നമുക്ക് ഒരു ലിസ്റ്റിൽ തന്നെ ആപ്പിൾ ഇപ്പോൾ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പറഞ്ഞു, അതിനുശേഷം വീണ്ടും നമുക്ക് ആപ്പിൾ വേണമെങ്കിൽ എത്ര വേണമെങ്കിലും ആപ്പിൾ നമുക്കിതിൽ ആഡ് ചെയ്യാം, ജസ്റ്റ് ലൈക്ക് എ റിയൽ ബാസ്ക്കറ്റ്. സോ അതും പോസിബിളാണ്. ഡ്യൂപ്ലിക്കേറ്റ്സ് നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ കൊണ്ടുവരാം. ഇനി അടുത്തത് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ഐറ്റം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിലീറ്റ് ബാസ്ക്കറ്റ്. എന്നിട്ട് എത്രാമത്തെ ഐറ്റം ആണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്ക് 3ാമത്തെ ഐറ്റം അല്ലെങ്കിൽ 2ാമത്തെ ഐറ്റം ഡിലീറ്റ് ചെയ്യണം. Ctrl B അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആപ്പിൾ, ഗ്രേപ്സ്, ഓറഞ്ചിന് ഇവിടെ കാണാനില്ല അല്ലേ, ഓറഞ്ച് പോയി. കാരണം 2ാമത്തെ ഇൻഡെക്സിലുള്ള ഐറ്റത്തെ ഡിലീറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷമുള്ള ചെറിയും പപ്പായ അവിടെയുണ്ട്. ഞാനത് 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്തു, വീണ്ടും റൺ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഗ്രേപ്സ് വരെ ഉള്ളൂ. അപ്പോൾ ഓറഞ്ച്, നേരത്തെ ഓറഞ്ച് മാത്രമാണ് പോയത്, ഇപ്പോൾ ചെറിയും പപ്പായൊക്കെ പോയി. അതെന്താ കാര്യം, ആദ്യം നമ്മൾ 2ാമത്തെ ഇൻഡെക്സിലുള്ള ഓറഞ്ചിനെ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ചെറി എന്ത് ചെയ്തു, തൊട്ട് മുമ്പുള്ള ഇൻഡെക്സിലേക്ക് ചാടിക്കയറി. വീണ്ടും നമ്മൾ 2ാമത്തെ ഇൻഡെക്സിലുള്ള ആളെ ഡിലീറ്റ് ചെയ്തപ്പോൾ ചെറി പോയി, പപ്പായ 2ാമത്തെ ഇൻഡെക്സിലേക്ക് വന്നു. അതിനെയും നമ്മൾ എന്ത് ചെയ്തു, ഇവിടുന്ന് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ആപ്പിളും ഗ്രേപ്സും ഒഴികെ ബാക്കിയുള്ളതെല്ലാം ഡിലീറ്റായി പോയി. ഇനി നമുക്ക് നമ്മുടെ ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലിസ്റ്റിൽ ടോട്ടൽ എത്ര ഐറ്റങ്ങളുണ്ട് എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതറിയാൻ നമ്മൾ ചെയ്യുന്നത് ബാസ്ക്കറ്റിൻ്റെ ലെങ്ത്ത് അളക്കുകയാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഷോർട്ടാണ് LEN. അപ്പോൾ ലെങ്ത്ത് ഓഫ് ദിസ് ബാസ്ക്കറ്റ്, ഈ ബാസ്ക്കറ്റിൻ്റെ നീളം എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് നമുക്ക് പ്രിൻ്റ് ചെയ്യാം. ഓക്കെ, സേവ് ചെയ്തു. അപ്പോൾ 5 എന്ന് കാണാം അല്ലേ, 1 2 3 4 5 ഐറ്റംസ് നമ്മുടെ ബാസ്ക്കറ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഒരു ലിസ്റ്റിൽ സ്ട്രിങ്ങുകൾ മാത്രമല്ല, നമുക്ക് ഏത് രൂപത്തിലുള്ള ഡാറ്റയും നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിങ് ഡിഫൈൻ ചെയ്യുകയാണ്, മറ്റൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്, ടോഫി, കുക്കി. ഓക്കെ, ഇപ്പോൾ 2 ലിസ്റ്റായി അല്ലേ. ഇനി ഞാൻ വേറൊരു ലിസ്റ്റ് ഡിഫൈൻ ചെയ്യുകയാണ്, മെയിൻ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു, പുതിയ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ ഞാൻ ആഡ് ചെയ്യുന്ന മെമ്പർ എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ ലിസ്റ്റ്, പിന്നെ സ്വീറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റ്. അഥവാ ഇതൊരു ലിസ്റ്റാണ് അല്ലേ, ഈ ലിസ്റ്റാണ് ഈ ലിസ്റ്റ്, ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റാണ് ഈ ലിസ്റ്റ്. 2 ലിസ്റ്റുകളെ വേറൊരു ലിസ്റ്റിനകത്ത് മെമ്പേഴ്സാക്കി മാറ്റി. ഇനി ഞാൻ പ്രിൻറ്റ് മെയിൻ ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൻ ലിസ്റ്റാണ് ഈ പ്രിൻ്റ് ചെയ്യുന്നത്. നമ്പേഴ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഇവിടെ ഉണ്ട്, സ്വീറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റും ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിനകത്ത് മറ്റ് ലിസ്റ്റുകളെയും മെമ്പറായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ലിസ്റ്റുകളെ കൂട്ടി യോജിപ്പിക്കാനും കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് പ്രിൻറ്റ് നമ്പേഴ്സ് പ്ലസ് സ്വീറ്റ്സ് എന്ന് ഞാൻ കൊടുത്തു, Ctrl B. ഈ 2 ലിസ്റ്റുകളിലെയും ടോട്ടൽ എലമെൻറ്റുകളെ ഒരൊറ്റ ലിസ്റ്റാക്കി നമുക്ക് ഔട്ട്പുട്ട് കിട്ടി അല്ലേ. അപ്പോൾ ലിസ്റ്റുകളെ നമുക്ക് അങ്ങനെ കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യാം. ഈ ലിസ്റ്റ് പോലെയുള്ള ലിസ്റ്റ്, സ്ട്രിങ് പോലെയുള്ള സംഗതികളൊക്കെ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ലിസ്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി മാത്രം ചെയ്തിട്ടുള്ള ചെറിയ ചില ഇൻട്രൊഡക്ഷൻസ് മാത്രമാണ്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.